ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും എന്നാൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതുമായിട്ടുള്ള 2 വർഷങ്ങളാണ് കഴിയുന്നത്. സംഭവം ഞാൻ ഹിമാചലിൽ വരുന്ന സമയത്ത് എനിക്ക് കുറെ എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, എന്റെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ പുറത്ത് പഠിക്കാന്നുള്ളൊരു കാര്യം ചൂസ് ചെയ്തത്. ഞാൻ ചിലപ്പോ ഇങ്ങനെ ആലോചിക്കാണ്ട് ഹിമാചൽ ഞാൻ ചൂസ് ചെയ്തത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു, ഇത് ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നലുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കുറെ നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചതും എൻ്റെ ഒരു ക്രിയേറ്റീവ് ഏരിയക്ക് ബെറ്റർ ഒരു പ്ലേസ് ആയിരുന്നു ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ ധരംശാല എന്നുള്ള ഒരു ഹിമാചലിലെ ഒരു സിറ്റിയിലാണ്. ഇവിടെ അധികം ടിബറ്റൻസ് ആയതുകൊണ്ട് തന്നെ അവരധികം ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കളേഴ്സും ഒക്കെ ഒരു ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് നിൽക്കാനും കൂടുതൽ അങ്ങനത്തെ ആൾക്കാരെ മീറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറെ നല്ല എക്സ്പോഷർ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. ഞാൻ ഇവിടെ എത്തിയതിന് ശേഷമാണ് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ കുറെ നല്ല ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. അത് മുന്നേ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കുറച്ചും കൂടി ക്രിയേറ്റീവ് ഏരിയ എന്നുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് കിട്ടിയത്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഭയങ്കര സമാധാനമാണ് ഇവിടെ. നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാല്, അധികം ക്രൗഡഡ് അല്ലാത്ത ഏരിയയിലൂടെ നടന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. മുമ്പൊക്കെ നാട്ടിൽ പോകുമ്പോ എന്തായാലും തിരിച്ചു വരുമല്ലോ എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായാലും ക്ലാസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇനി അങ്ങനെ ഒരു തിരിച്ചു വരവ് ഇപ്പൊ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഈ സ്ഥലം എന്തായാലും ഞാൻ നല്ല മിസ് ചെയ്യും. കാരണം അത്രയും മെമ്മറബിൾ ആയിരുന്നു, അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അത്രയ്ക്കുള്ളൂ. ബൈ.